ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ സുബൈർ, ഈ ചടങ്ങിന് സ്വാഗതം പറഞ്ഞ നമ്മുടെ HM പ്രവീൺ മാസ്റ്റർ, നമ്മുടെ പൂർവ്വകാല അധ്യാപക സുഹൃത്തുക്കളെ, നാട്ടുകാരെ, രക്ഷിതാക്കളെ, നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് ഗുരുവന്ദനം എന്ന പേരിൽ പൂർവ്വകാല അധ്യാപകരെ നമ്മുടെ സ്കൂളിലേക്ക് ക്ഷണിച്ചുകൊണ്ടും അവരോടുമായി സൗഹൃദം പങ്കിടുന്നതിനു വേണ്ടി ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ആദ്യമായി ഈ ഓൾഡ് സ്റ്റുഡൻസ് വന്നത് നമ്മുടെ PTA പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള 89 വിരിഞ്ഞ പൂക്കൾ എന്ന ഒരു കൂട്ടായ്മയാണ്. അതിനുശേഷം 14ഓളം ബാച്ചുകൾ ഇപ്പോൾ പുതുതായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ഒറ്റക്കെട്ടായി നമ്മുടെ വിദ്യാലയത്തിന് വേണ്ടി താങ്ങും തണലുമായി എപ്പോഴും നമ്മുടെ കൂട്ടായ്മയിൽ എല്ലാ പരിപാടികളും, ഈ 100ാം വാർഷികത്തിൻ്റെ എല്ലാ പരിപാടികളും വളരെ ഭംഗിയായി ഏത് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ അവർ റെഡിയാണ്. അതിന് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ വിദ്യാലയം 100 വർഷം എന്ന് പറഞ്ഞാൽ ഇന്ന് ഒട്ടുമിക്ക വിദ്യാലയങ്ങളും 100ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം കേരള ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വിദ്യാഭ്യാസം നടത്താൻ പറ്റാത്ത ഒരു കാലം 1957 പുതിയ കേരള ഗവൺമെൻറ് രൂപീകൃതമായത്. ഗവൺമെൻറ്റിനെ കൊണ്ട് ഒന്നും നടത്താൻ ഒരു ബുദ്ധിമുട്ടുള്ള കാലം. അപ്പോൾ നിലവിലുണ്ടായിരുന്ന ഓത്തുപള്ളികൾ ആണ് ഈ സ്കൂളുകളായി വന്നിട്ടുള്ളത്. അതാത് പ്രദേശ ഓത്തുപള്ളികളാണെങ്കിൽ അന്ന് വേറെ ഓരോ മൊല്ലാക്കന്മാർ, അവർക്ക് സ്ഥലം ഉണ്ടാവില്ല. അവിടെ ഭൂമിയുള്ള ആൾക്കാരെ സന്ദർശിച്ച് ഞങ്ങൾ ഓത്തുപള്ളി ഇവിടെ നടത്താം എന്നുള്ള അർത്ഥത്തിലാണ് തുടങ്ങിയത്. അങ്ങനെയാണ് നമ്മുടെ കമ്മുവാജി മൊല്ലാക്ക പാണന്തറയിൽ കൊച്ചുണ്ണി മൂപ്പൻ്റെ സ്ഥലത്ത് ഓത്തുപള്ളി തുടങ്ങിയത്. 1925 1952 അദ്ദേഹം പ്രായാധിക്യം കാരണം ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വന്നത്. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് നാട്ടുകാരും ഇവിടുത്തെ കണ്ടെത്തിയത് എൻ്റെ പിതാവ് കൂടിയായ അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയായിരുന്നു. അദ്ദേഹത്തെ ഇത് നിങ്ങൾ ഏറ്റെടുക്കണം, മാനേജ്മെൻറ്റ് നിങ്ങൾ ഏറ്റെടുത്ത് ഇവിടുന്ന് സ്ഥലം മാറ്റിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്ന് ആവശ്യപ്പെടുകയും അദ്ദേഹം അത് സ്വമേധയാ ഏറ്റെടുക്കുകയും ഈ നമ്മൾ ഇന്ന് സ്ഥിതി ചെയ്യുന്ന ചെങ്ങണാത്തിപ്പറമ്പ്, അത് വേറൊരു കക്ഷിയുടെ പക്ഷത്തായിരുന്നു, അത് വാങ്ങുകയും അതിലേക്ക് മാറ്റി സ്ഥാപിക്കുകയും 1953 നമ്മുടെ ഈ വിദ്യാലയം ഇവിടെ തുടക്കം കുറിച്ചത്. അന്ന് ഇന്നത്തെ മാതിരി റോഡുകളോ ഒന്നും ഇല്ലാത്തൊരു കാലം. വെറും വരമ്പുകൾ, പാടങ്ങളൊക്കെ നെൽവയലുകളായി കിടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. വാഹന സൗകര്യമില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു കടത്തു തോണി മാത്രമായിരുന്നു. ആ കാലഘട്ടങ്ങളിലായിരുന്നു ഇവിടെ നമ്മുടെ ഈ വിദ്യാലയത്തിന് ഇവിടെ തുടക്കം കുറിച്ചത്.
സാധന സാമഗ്രികൾ കല്ലുകളൊക്കെ ലോറിക്ക് കൊണ്ടുവരാനോ ഒന്നും സാധിക്കില്ല. നമ്മുടെ അടുത്ത പറമ്പുകളിൽ നിന്ന് വെട്ടിയിട്ടാണ് നമ്മുടെ ഈ പഴയ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചത്. നമ്മുടെ അടുത്ത പറമ്പിൽ നിന്ന് വെട്ടിയിട്ട് കൊടുന്നിട്ടായിരുന്നു. ആ ഒരു കാലഘട്ടങ്ങളിൽ ആണ് നമ്മുടെ ഈ വിദ്യാലയം ഇവിടെ വന്നത്. അന്നത്തെ അധ്യാപകർക്ക് അറിയാം ഇവിടുത്തെ ഈ ചെമ്പ്രയെ സംബന്ധിച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ വളരെയധികം അഭിവൃദ്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അന്ന് 1952 ഇവിടെ സ്ഥാപിക്കുകയും 1957 നമ്മുടെ മുൻ MLA-യും മുൻ സ്പീക്കറുമായിരുന്ന നമ്മുടെ സ്പീക്കർ മൊയ്തീൻകുട്ടി എന്ന ബാവാജിയുടെ ശ്രമഫലമായി ഈ സ്കൂളിൽ UP സ്കൂളായി അപ്ഗ്രേഡ് ചെയ്യുവാൻ അദ്ദേഹം സ്പെഷ്യൽ ഓർഡർ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 1957 UP സ്കൂളായി ചേർന്നത്. അന്ന് താന്നാളൂർ, അരീക്കാട്, പകര ആ ഭാഗങ്ങളിലുള്ള കുട്ടികൾ എല്ലാം UP അപ്പർ പ്രൈമറി വിദ്യാഭ്യാസത്തിന് നമ്മുടെ സ്കൂളായിരുന്നു ആശ്രയിച്ചിരുന്നത്. അവിടെ നിന്നൊക്കെ നടന്നു വന്നിരുന്ന അധ്യാപകരുണ്ട്. നമ്മുടെ ഉബൈദുള്ള മാഷൊക്കെ ഇവിടെ ഉണ്ട്. ഉബൈദുള്ള മാഷ്, കുഞ്ഞുവിത്താത്തൊക്കെ ഫസ്റ്റ് ബാച്ചാണ് UP വിഭാഗത്തിൻ്റെ. അപ്പോൾ ആ ഒരു കാലഘട്ടങ്ങളിലാണ് നമ്മുടെ വിദ്യാലയം UP സ്കൂളായി തീർന്നത്. അതിന് ശേഷമാണ്, ഒരു 60-ന് ശേഷമാണ് നമ്മുടെ ചെമ്പ്രയിലേക്കുള്ള റോഡുകളും കാര്യങ്ങളൊക്കെ വന്നത്. ഒരു പഞ്ചായത്ത് റോഡ് ഒക്കെ വന്നത്. എൻ്റെ പിതാവ് ഇവിടുത്തെ ആദ്യത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ 1962 പഞ്ചായത്ത് മെമ്പറായിരുന്നു. അതിന് ശേഷമാണ് ഇവിടെ പിന്നെ റോഡുകളും കാര്യങ്ങളൊക്കെ വന്നത്. അതിന് ശേഷം നമുക്ക് നമ്മുടെ അധ്യാപകർ, അന്നാണെങ്കിൽ വളരെയധികം ചുരുക്കം അധ്യാപകരെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ രാഘവ മാഷ്, ബാലകൃഷ്ണൻ മാഷ് അന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിൽ വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്ത ഒരു കാലം. എറണാകുളം, കോട്ടയം, തിരുവനന്തപുരം, ചങ്ങനാശ്ശേരി, കൊല്ലം ആ ഭാഗത്തുള്ള അധ്യാപകരായിരുന്നു വളരെയധികം. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് ആകെ ഒരു കുഞ്ഞു മുഹമ്മദ് മാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർബന്ധ പ്രകാരമാണ് നമുക്ക് ഈ ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഏറ്റെടുത്ത്. അദ്ദേഹം സർവീസിലിരിക്കാൻ മരണപ്പെട്ടു പോയി. കൂട്ടുണ്ടായിരുന്ന പരങ്ങത്ത് പറമ്പിൽ അദ്ദേഹത്തിൻ്റെ മകനുമായി ഞാൻ കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ടിരുന്നു. മൂപ്പർക്ക് സുഖമില്ല, അതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് എന്നെ അറിയിക്കുകയും ചെയ്തു. അതേമാതിരി കൊല്ലം ആ തെക്കൻ ഭാഗത്തുള്ള മുഴുവൻ അധ്യാപകരായിരുന്നു. ഇവിടെ വളരെ ചുരുക്കം നമ്മുടെ വേലായുധ മാസ്റ്റർ, കമ്മുകുട്ടി മൂപ്പൻ, മജീദ് മാസ്റ്റർ, എൻ്റെ പിതാവ്, ഇവർ ഒക്കെ ആയിരുന്നു. പിന്നെ കാർത്തേന്യ ടീച്ചർ, അവരൊക്കെ നമ്മോട് വിട പറഞ്ഞു പോയി. വളരെയധികം ആ സർവീസിലുള്ള ആ കാലഘട്ടങ്ങളിലുള്ള മിക്ക അധ്യാപകരും, ആലിക്കുട്ടി മൂപ്പൻ ഇവിടുത്തെ ആദ്യത്തെ അറബിക് അധ്യാപകൻ, അവരൊക്കെ അവിടെ വിട പറഞ്ഞു പോയി. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുശേഷം 1984 എൻ്റെ പിതാവ് മരണപ്പെട്ടതിന് ശേഷം ഞാൻ ഈ ദൗത്യം എന്നെ ഈ കുടുംബം ഏൽപ്പിച്ചത്. അതിൻ്റെ പടിപടിയായി ഓരോ ഘട്ടങ്ങളിലും കഴിഞ്ഞ 8 വർഷമായി ഈ സ്കൂളിൻ്റെ കുട്ടികളുടെ വർധന വന്നപ്പോൾ നമുക്ക് അത്യാവശ്യമായി വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നിർബന്ധമാണ്. മാനേജ്മെൻറ്റ് എല്ലാം റെഡിയാണ് എന്ന കണക്കിലെടുത്ത് പുതിയ കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുകയും വാഹന സൗകര്യവും ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഏതായാലും ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഈ ഗുരുവന്ദനം ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചതിന് വളരെയധികം
നന്ദി അവരെ അറിയിക്കുകയാണ്. ഈ പരിപാടിയിൽ നമ്മൾ മിക്ക അധ്യാപകരും എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് പേര് നമ്മളെ സുഗീത ടീച്ചർ വരില്ലെന്ന് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, ബുദ്ധിമുട്ടുണ്ട്, ശാരീരിക അസുഖം കാരണം വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. ബാക്കി എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ എൻ്റെ സ്വന്തം പേരിൽ ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി വളരെയധികം ഒരു നല്ല ഒരു സംഗമമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കും നന്ദി, നമസ്കാരം.